ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാമത്തെയും അവസാനത്തെയും ഘട്ടത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നാളെ നടക്കും. വെള്ളിയാഴ്ചയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിനം. 7 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്രഭരണ പ്രദേശത്തിലെയും 57 മണ്ഡലങ്ങളിൽ ജൂൺ 1-നാണ് 7ാം ഘട്ട വോട്ടെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലെ പ്രചാരണം ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി ഇന്ന് വാരാണസിയിൽ പത്രിക സമർപ്പിച്ചു. ഝാർഖണ്ഡിലെ കോഡർമയിൽ പ്രധാനമന്ത്രി പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തു. ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് അമേഠിയിൽ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉത്തർപ്രദേശിലെ മഹാരാജ്ഗഞ്ചിൽ പ്രചാരണ പരിപാടിയിൽ പങ്കെടുത്തു. എഐസിസി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി ഇന്ന് അമേഠിയിലും രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഝാൻസിയിലും പ്രചാരണം നടത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനു ശേഷം 90% പരാതികളും തീർപ്പാക്കിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 425 പ്രധാന പരാതികൾ ലഭിച്ചതിൽ 400 എണ്ണത്തിൽ നടപടികൾ സ്വീകരിച്ചതായി കമ്മീഷൻ പ്രസ്താവനയിലൂടെ അറിയിച്ചു. കോൺഗ്രസ് 170, ബിജെപി 95, മറ്റ് പാർട്ടികൾ 160 എന്നിങ്ങനെയാണ് പരാതികൾ നൽകിയത്. സൈബർ കുറ്റകൃത്യങ്ങൾ സംബന്ധിച്ച് പരാതികൾ വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. ഏതെങ്കിലും തരത്തിൽ സൈബർ തട്ടിപ്പുകൾക്കോ ഭീഷണികൾക്കോ ഇരയായാൽ സൈബർ ക്രൈം വിഭാഗവുമായി ബന്ധപ്പെടണമെന്ന് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് മഞ്ഞപ്പിത്തം പടരുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. മലപ്പുറം, എറണാകുളം, കോഴിക്കോട്, തൃശൂർ ജില്ലകളിൽ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി. മലപ്പുറം, ചാലിയാർ, പോത്തുകൽ പ്രദേശങ്ങളിൽ സ്വീകരിച്ചിരുന്ന പ്രതിരോധ അവബോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തി കർമ്മപദ്ധതി രൂപീകരിച്ചു. സംസ്ഥാന മന്ത്രിസഭായോഗം നാളെ രാവിലെ ചേരുമെന്ന് റിപ്പോർട്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തായതിനാൽ ഓൺലൈനായാണ് യോഗം ചേരുക. മുഖ്യമന്ത്രിയുടെ യാത്രയുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞയാഴ്ച മന്ത്രിസഭായോഗം മാറ്റിവച്ചിരുന്നു. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ വിവിധ യൂണിയനുകളുമായി സർക്കാർ നാളെ ചർച്ച നടത്തും. ഗതാഗത മന്ത്രി കെ.ബി. ഗണേഷ് കുമാറിന്റെ നേതൃത്വത്തിലാണ് ചർച്ച. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഗതാഗത മന്ത്രിയുടെ ചേംബറിൽ വൈകുന്നേരം 3 മണിക്കാണ് ചർച്ച. 4 വർഷ ബിരുദ പ്രോഗ്രാമിന് കക്ഷിഭേദം ഇല്ലാതെ എല്ലാ അധ്യാപക അനധ്യാപക സംഘടനകളും പൂർണ്ണ പിന്തുണ വാഗ്ദാനം ചെയ്തതായി മന്ത്രി ആർ ബിന്ദു. ജൂലൈ 1-നാണ് സംസ്ഥാനത്ത് 4 വർഷ ബിരുദ പ്രോഗ്രാം ലോഞ്ചിംഗ്. 4 വർഷ ബിരുദ പരിപാടിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുന്നോടിയാണ് കോളേജ് സർവകലാശാല അധ്യാപക സംഘടനകളുടെയും അധ്യാപക അനധ്യാപക ജീവനക്കാരുടെയും യോഗം മന്ത്രി വിളിച്ചു ചേർത്തത്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം ഉയർന്ന ഗുണനിലവാരം പുലർത്തുന്നതായി മന്ത്രി വി ശിവൻകുട്ടി. സംസ്ഥാനതല അധ്യാപക സംഗമം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയായിരിക്കും. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്ന് രാത്രി 11:30 വരെ കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതായി ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. കടൽക്ഷോഭം രൂക്ഷമാകാൻ ഇടയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കണമെന്നും മുന്നറിയിപ്പുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ പരമോന്നത പുരസ്കാരമായ കേരള പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. വിവിധ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വിശിഷ്ട വ്യക്തിത്വങ്ങളെ ആദരിക്കുന്നതിനായി കേരള ജ്യോതി, കേരള പ്രഭ, കേരളശ്രീ എന്നിങ്ങനെ 3 വിഭാഗങ്ങളിലാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. 77ാമത് കാൻ ചലച്ചിത്രമേളയ്ക്ക് ഫ്രാൻസിലെ കാനിൽ തുടക്കമായി. ചലച്ചിത്രമേളയിൽ ഇതാദ്യമായി ഇന്ത്യ ഭാരത് പർവ് എന്ന പേരിൽ പവലിയൻ ഒരുക്കിയിട്ടുണ്ട്. മെയ് 25 വരെ നീണ്ടുനിൽക്കുന്ന മേളയിലേക്ക് ഇത്തവണ ഇന്ത്യയിൽ നിന്നും 2 സിനിമകൾ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.